എടി നിന്റെ ക്ലാസ്സിലെ കുറിപ്പില്ലേ അതാ 10ാം ക്ലാസ്സിൽ പഠിച്ച ചെറുക്കനും ടീച്ചർ പറയുന്ന ഉള്ളയാണോ? ആടി ആ കുട്ടീനെ കണ്ടാ പറയുമോ? സ്റ്റെഫി ടീച്ചറേ, എടി അങ്ങേര് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നാളെ തന്നെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ. സാർ സ്റ്റെഫി ടീച്ചറേ, പേടി അടുത്തവൻ കേറി. ഇത് നിനക്കെന്താണാവോ വേണ്ടത്? സ്റ്റെഫി ടീച്ചറേ, അങ്ങോട്ട് പോകണ്ട, അവൻ ബാഡ് ബോയ്. സാറൊന്നും മിണ്ടാൻ. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നറിയാമോ? അത് നീ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. 1ാം ക്ലാസ് മുതൽ നമ്മൾ 3 പേര് ഈ സ്കൂളിൽ തന്നെ പഠിച്ചത്. നീ അന്ന് ഇവിടെ നിൽക്കാൻ തുടങ്ങി നിൽപ്പാ. ഞങ്ങൾ പഠിച്ച ഇവിടുത്തെ ടീച്ചേഴ്സായി. നീ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ നീ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. നിൽക്കുന്ന കണക്കൊന്നും ഇവിടെ ആരും പറയണ്ട. 12 വർഷം നമ്മുടെ ഈ സ്കൂളിൻ്റെ വാതിക്കലും 5 വർഷം വേറെ ഏതോ കോളേജിൻ്റെ വാതിക്കലും നിന്നിട്ടുണ്ടായിരുന്നത്. 12, 5, 18 കൊല്ലം നിന്നിട്ടുണ്ടായിരുന്നു. 17. ഓ, ഇവിടെ ഒരാൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണക്കിൽ എൻ്റെ ഫ്ലുവൻസി ശ്രദ്ധിക്കുന്നത്. ഫ്ലുവൻസി അല്ല, ഫ്ലുവൻസി. ഓ, ദാക്ഷായ ടീച്ചറും അതുപോലെ തന്നെ കൗസല ടീച്ചറും നോക്കുന്നിട്ടില്ല എന്നെ ഈ മാത്സും അതുപോലെ തന്നെ കണക്കും പഠിപ്പിക്കാൻ. അപ്പോഴാണ് നിങ്ങൾ ബ്രോ, അത് രണ്ടും ഒന്നല്ലേ? അതിന് നീ തല ഇറക്കാം. ഞാൻ സാറാ. ഈ കോളത്തിലോ? അറ്റ്ലീസ്റ്റ് നീ ഇവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നെങ്കിലും പറയാമോ? അതിന് നിന്നോടാര് പറയാനാ? മാറി നിൽക്കും മണ്ണിര മുടിച്ച്. സ്റ്റെഫി ടീച്ചറേ, ഒന്ന് പോരി. എനിക്ക് പറയാനുള്ള നിന്നോടാ. ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നതെന്നും ആരൊക്കെയാണ് നിൽക്കുന്നത് എനിക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ ആരും നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ. നിനക്കൊരു ജോലി നോക്കിക്കൂടെ? അത് നോക്കാം, അതല്ല ഇവിടുത്തെ വിഷയം. വീട്ടിൽ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങി. ഓ അത് ശരി, കല്യാണത്തിൻ്റെ ഇവിടെ സംസാരിച്ചിട്ടില്ല. ഞാൻ അവിടെ ചോദിച്ചു, നീ എന്നെ നോക്കിയായിരുന്നില്ലോ? എനിക്കത് അറിഞ്ഞാൽ മതി. എടാ പൊട്ടാൻ എനിക്ക് ഇതുവരെ മനസ്സിലായി. ഈ ജോലി കാണിച്ച അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് പോയിക്കാൻ അവൾ പറയും. ആണോ? ആണോ? മണ്ട്. ആറാ നീ എന്താടാ ഇവിടെ? നീ എന്താടാ ഇവിടെ? ഞാൻ സ്കൂളിൽ പഠിക്കാൻ വന്നു. നീ എന്താ ടീച്ചർമാരെ ഇവിടെ തടഞ്ഞു നിർത്തിയേക്കുന്നേ? തടഞ്ഞു നിർത്തുന്നല്ല, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. മാമന് തോകയില കറങ്ങിരിക്കാൻ വേണ്ടി ഒരു മോനുണ്ടായിപ്പോയി. എന്റെ പൊന്നെ, പെങ്ങടെ മോനായിപ്പോയി. ഇല്ല, എറിഞ്ഞുടച്ചേനെ. ടീച്ചറെ, നാളെ കാണാം.